നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം ശനിയും ബുധനും 2025 തുടക്കത്തിൽ തന്നെ കുംഭം രാശിയിലേക്ക് വരികയാണ്. 30 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ വമ്പൻ ഗ്രഹങ്ങളുടെ രാശിമാറ്റം, അതായത് ശനിയുടെയും ബുധൻ്റെയും കുംഭം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് 3 രാശിക്കാർക്കാണ്. അപ്പോൾ ഈ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ 2025 തുടക്കം മുതൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുമാണ് നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നവഗ്രഹങ്ങളെ എടുത്തു നോക്കുമ്പോൾ മിത്രഭാവത്തിൽ നിൽക്കുന്ന 2 ഗ്രഹങ്ങളാണ് ബുധനും ശനിയും. മിത്രഭാവം കാത്തു സൂക്ഷിക്കുന്ന 2 ഗ്രഹങ്ങളായതിനാൽ തന്നെ 12 രാശിക്കാർക്കും ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുവാൻ പോകുന്ന രാശിക്കാർക്ക് എണ്ണി തീർക്കുവാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ഭാഗ്യവർഷമായിരിക്കും വരുവാൻ പോകുന്നത്. ഇപ്രകാരം ശനിയുടെയും ബുധൻ്റെയും കുംഭം രാശിയിലേക്കുള്ള രാശിമാറ്റം ജീവിതത്തിൽ വളരെ അനുകൂല ഭാവത്തിൽ വരുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. ബുധൻ്റെയും ശനിയുടെയും കുംഭം രാശിയിലേക്കുള്ള ഈ മാറ്റം മേടം രാശിക്കാർക്ക് ഇത്രയും ഗുണകരമായി വരുവാൻ കാരണം ഈ ഗ്രഹസംയോഗം സംഭവിക്കുന്നത് മേടം രാശിയുടെ 11ാം ഭാവത്തിൽ ആയതിനാലാണ്. മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് 2025 നിങ്ങളുടെ വരുമാനത്തിൽ ഒരു വൻ കുതിപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പണം നിക്ഷേപിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അതായത് നിങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ അതിൽ നിന്ന് ഭാഗ്യം, അല്ലെങ്കിൽ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വലിയ തുകയായി വരുവാനുള്ള ഭാഗ്യം, ഓഹരി വിപണികളിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ലാഭം ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വരുമാന സ്രോതസ്സ് ഒന്നിൽ ചുരുങ്ങില്ല. നിങ്ങൾ കൈവയ്ക്കുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുന്നതിനാൽ തന്നെ അതിൽ നിന്നെല്ലാം ഒരു സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മേടം രാശിക്കാരിൽ സർക്കാർ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 2025 നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സർക്കാരിൻ്റെ സ്ഥിരമായിട്ടുള്ള നിയമനത്തിലേക്ക് കയറുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഈ ശനിയുടെയും ബുധൻ്റെയും സംയോഗത്താൽ നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കുവാനായി ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ മാനസിക സന്തോഷവും ആരോഗ്യവുമൊക്കെ വളരെ മെച്ചപ്പെട്ട നിലയിലായിരിക്കും 2025 കാണപ്പെടുന്നത്. മാത്രമല്ല ശനി എന്ന ഗ്രഹം ഉത്തരവാദിത്വത്തെയും അതുപോലെ ബുധൻ എന്ന ഗ്രഹം ബുദ്ധിക്ഷമതയെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ നാം ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന 3 രാശിക്കാർക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യുവാനും ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുവാനുമൊക്കെ സാധിക്കും. രണ്ടാമതായി ശനിയുടെയും ബുധൻ്റെയും സംയോഗം അനുകൂല ഭാവത്തിൽ വരുന്ന രാശിക്കാർ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയുടെ 9ാം ഭാവത്തിലാണ് ശനി ബുധ സംയോഗം നടക്കുന്നത്. മിഥുനം രാശിക്കാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും വളരെയേറെ ഗുണഫലങ്ങളായിരിക്കും ഈ ഒരു ഗ്രഹസംയോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുവാൻ തുടങ്ങിയാലും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങൾക്കും ഭാഗ്യം തുണയുണ്ടാകും. നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ എടുത്തു നോക്കാവുന്നതാണ്. ഭാഗ്യം കൂടെയുള്ളതിനാൽ തന്നെ എല്ലാം വലിയ തുകകളൊന്നും അല്ലെങ്കിൽ പോലും ചെറുതും വലുതുമായ ലോട്ടറി സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ മിഥുനം രാശിക്കാർക്ക് വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യവും 2025 കാണുന്നുണ്ട്.
വളരെ കാലമായി ജോലിക്കും പഠനത്തിലുമൊക്കെയായി പുറം രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും തടസ്സങ്ങൾ കാരണം മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ വിദേശയാത്രാ മോഹം സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ 2025. അതുപോലെ തൊഴിൽ മേഖലകളിലൊക്കെ മിഥുനം രാശിക്കാർക്ക് വളരെയധികം മികവ് പുലർത്തുവാനും അതിനാൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവുമൊക്കെ ലഭിക്കുവാനും എല്ലാവിധ സന്തോഷവും സുഖ സൗകര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുവാനും 2025 നിങ്ങൾക്ക് കഴിയും. ശനിയുടെയും ബുധൻ്റെയും സംയോഗം അനുഗ്രഹമായി വരുന്ന മൂന്നാമത്തെ രാശിക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഈ ഗ്രഹങ്ങളുടെ സംയോഗം മൂലം 2025 തുടക്കം മുതൽ വളരെ മംഗളകരമായ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്. കാരണം കുംഭം രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ സംയോഗം നടക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഫലത്തിലേക്ക് എത്തുന്നതിനാൽ തന്നെ നിങ്ങളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആത്മവിശ്വാസം ഉടലെടുക്കുകയും ആ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ കൂടുതൽ വിജയങ്ങളെ കൈപ്പടിയിലാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, കുംഭം രാശിക്കാർക്ക് ഈ ഒരു ഗ്രഹസംയോഗത്താൽ ഉണ്ടാകുന്ന ഉയർച്ചകളും അനുഗ്രഹങ്ങളുമൊക്കെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ സംയോഗത്താൽ ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ മാത്രമല്ല, കുംഭം രാശിക്കാർക്ക് ഈ ഒരു കാലയളവിൽ തന്നെ രാജ്യയോഗവും ഭാഗ്യമായി വരുന്നുണ്ട്. 2025 തുടക്കത്തിൽ, അതായത് ജനുവരി മാസം 1-ാം തീയതി തൊട്ട് തന്നെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വന്നു ഭവിക്കുവാനും നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിൽ നിന്ന് നല്ലൊരു രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് കൈവരുവാനും ഇടയാകും. സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ, അതായത് വീട്ടിലുള്ള നിങ്ങളുടെ മക്കളുടെയും ഭാര്യയുടെയും അച്ഛനമ്മമാരുടെയും ഒക്കെ ചെറുത് മുതൽ വലുത് വരെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുവാനും നിങ്ങൾക്ക് കഴിയും. കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം പല ആഗ്രഹങ്ങളും കുടുംബാംഗങ്ങൾ പറയുമ്പോൾ സാധിച്ചു കൊടുക്കുവാൻ കഴിയാതെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനി സ്ത്രീകളായിരുന്നാലും അല്ലെങ്കിൽ പുരുഷന്മാരായിരുന്നാലും ശരി. എന്നാൽ ഈ ഒരു ഗ്രഹസംയോഗം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ സാമ്പത്തിക ഉന്നമനത്തോടൊപ്പം മാനസികമായി വളരെയേറെ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ തുടങ്ങും. എന്തുകൊണ്ടും സ്വപ്നതുല്യമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വർഷമായിരിക്കും 2025. അപ്പോൾ മേടം, മിഥുനം, കുംഭം രാശിക്കാർക്ക് 2025 ഈ ഗ്രഹങ്ങളുടെ സംയോഗം ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും അകറ്റി നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത സൗഭാഗ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യുക എന്ന് മാത്രം. വിജയം സുനിശ്ചിതമാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പൂജയിലും പ്രാർത്ഥനകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.